PNC മാക്കിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. PNC മാക്കിന്റെ ഈ ഒരു അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ സെപ്റ്റംബർ 2, 2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഓൺലൈനായി അലോട്ട്മെന്റ് ഫീസ് അടയ്ക്കുകയും അന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ കോളേജിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കുകയും വേണം. കോളേജിൽ അന്ന് വൈകുന്നേരം 5 മണിക്കകം അഡ്മിഷൻ എടുക്കാത്തവരെ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിന്നും പുറത്താക്കുകയും അവരുടെ സീറ്റ് അടുത്ത അലോട്ട്മെന്റിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യും. പക്ഷേ അഡ്മിഷൻ കിട്ടിയ ഒരാൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LBSന്റെ തേർഡ് അലോട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 31 തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് 31 തീയതി വരുന്ന തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം PNC മാക്കിന്റെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ PNC മാക്കിന്റെ അലോട്ട്മെന്റ് ഫീസ് അടയ്ക്കുകയും 31 തീയതി LBSൽ വീണ്ടും അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ LBSലും 25,000 രൂപ ടോക്കൺ ഫീസ് അലോട്ട്മെന്റ് ഫീസായി അടയ്ക്കേണ്ടി വരും. അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലും ഫീസ് അടയ്ക്കുന്നതിനേക്കാൾ നല്ലത് വരുന്ന 31 തീയതിയിലെ LBSലെ തേർഡ് അലോട്ട്മെന്റ് കൂടി നോക്കിയതിന് ശേഷം മാത്രം PNC മാക്കിലെ ഫീസ് അടയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് LBSൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ PNC മാക്കിലെ അഡ്മിഷൻ നേടാൻ കഴിയും. അതല്ല LBSൽ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ PNC മാക്കിലെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. PNC മാക്കിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അവസാനം വിളിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് 438 ആണ്. 438 ഇൻഡെക്സ് മാർക്കുള്ള 6 കുട്ടികൾക്കാണ് അവസാനമായി സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഈ 6 കുട്ടികൾക്കും ഒരേ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ലക്ഷ്മി മേഘം കോളേജ് കാസർഗോഡാണ് ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കുള്ള 6 കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. PNC മാക്കിലെയും LBSലെയും ഫീസുകൾ ഇപ്പോഴും കുട്ടികൾക്ക് സംശയമാണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് PNC മാർക്ക് മുഖാന്തരമായാലും അതല്ല LBS മുഖാന്തരമായാലും ആദ്യത്തെ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് 96,325 രൂപയാണ് 2 ഓപ്ഷൻ മുഖാന്തരം നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും ചിലവാകുന്നത്. എന്നാൽ PNC മാർക്ക് മുഖാന്തരമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റായി കെട്ടിവെക്കണം. ഈ 10,000 രൂപ റീഫണ്ടബിൾ ആണ്. LBS മുഖാന്തരം അഡ്മിഷൻ കിട്ടുന്നവർക്ക് ഈ കോഷൻ ഡെപ്പോസിറ്റ് കെട്ടിവെക്കേണ്ടതില്ല. PNC മാക്കിന്റെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്നും എത്രത്തോളം കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത അലോട്ട്മെന്റ് വരുന്നത്. അടുത്ത അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ് PNC മാർക്ക് ഇതുവരെയും തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.